ഹായ് അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളൂ നനച്ചുള്ളി എന്നുള്ള വാക്ക് ഞങ്ങൾ കേട്ടു തുടങ്ങിയിട്ട്. പിന്നീടാണ് മനസ്സിലായത് നോമ്പിന് മുന്നിലെ ക്ലീനിങ്ങിനെയാണ് നനച്ചുള്ളി എന്ന് പറയുന്നതെന്ന്. ഞങ്ങളുടെ ഭാഗത്തൊന്നും ഈ വാക്ക് അങ്ങനെ ആരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഒരു നോമ്പൊക്കെയല്ലേ വരുന്നത്, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ എന്നൊക്കെ പറയാറുണ്ട്. നോമ്പാവാൻ കാത്തുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് പൊടിയൊക്കെ തട്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ വീട് വൃത്തിയായി കിട്ടും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. നോമ്പ് കാവാറായി, നോമ്പ് അടുത്ത് ആയിക്കഴിഞ്ഞാൽ ചിലവർ കാണാം വീട്ടിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഊണും നിസ്കാരവും ഉറക്കവും ഒന്നും ഇല്ലാതെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. നമ്മളിവിടെ ചെറിയ വീടൊക്കെ ആണെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത്. ഇവിടുത്തെ വീടിൻ്റെ പരിസരം വളരെ കുറച്ചായ കാരണം പുറത്തെ ക്ലീനിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാനായിട്ട്. 2 ദിവസം മുന്നേ വാഴയൊക്കെ വെട്ടി ക്ലീൻ ചെയ്തപ്പോൾ വാഴയുടെ ഇലയൊക്കെ മാറ്റി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്താക്കി സെറ്റ് ചെയ്ത് വെച്ചു, കമ്പോസ്റ്റിന് എടുക്കാമല്ലോ എന്ന് കരുതി. ഞങ്ങളെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഷെഡിൻ്റെ വലിപ്പമേ ഞങ്ങളെ വീടിനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറച്ചായിട്ട് കൂട്ടിയെടുത്തിട്ടുള്ളതാണ് വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആ വീടിൻ്റെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ സൗകര്യമോ ഈ വീട്ടിൽ നമുക്ക് കിട്ടുന്നില്ല. വീടിൻ്റെ ബാക്ക് സൈഡ് അടിഭാഗമൊക്കെ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആകെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന കാരണം മണ്ണൊക്കെ ഏത് നേരം അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുത്താലും നമുക്കതൊരു വൃത്തിയായിട്ട് തോന്നില്ല. വീടിനകത്തായാലും കരിയാണ് ഇട്ടിക്കുന്നത്, പക്ഷേ പണിക്കാർ കുറച്ചൊക്കെ അവർക്ക് തോന്നിയ പോലെയൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ കരിയുടെ കൂട്ട് കറക്റ്റ് ആവാത്തതുകൊണ്ടെന്നറിയില്ല, അടിഭാഗം ആ കഴുക്ക് പിടിച്ചിട്ടും കുറച്ച് കറുപ്പ് നിറം കുറച്ച് സിമെൻറ്റ് പോലെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. എങ്ങനെ അടിച്ചു തുടച്ചാലും നമ്മുടെ വീടിന് ആ ഒരു കറുപ്പ് നിറം, ഒരു തിളക്കുണ്ടല്ലോ, അത് കിട്ടുന്നില്ല. എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലൊക്കെ പണ്ട് ഈ കരി തന്നെയാണ് ഇട്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നിലം ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും. ഞങ്ങളുടെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ച കാരണം ഞങ്ങളുടെ മാമ ഞങ്ങളെ മാമയുടെ വീട്ടിലാണ് നിർത്തിയിരുന്നത്. ഉമ്മച്ചിയുടെ ഒരു നിർബന്ധത്തിനാണ് ഞങ്ങൾ ചെറിയ വീടാണെങ്കിലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വേറിട്ട് താമസിച്ചത്. ഇന്നും ഉമ്മച്ചി ഞങ്ങളോട് പറഞ്ഞത്, ഒരു കൊല്ലം നമുക്ക് നിൽക്കാം, അത് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ഇന്നിപ്പോൾ 29 കൊല്ലമായി ഞങ്ങളിവിടെ താമസിക്കുന്നു. നമ്മൾ ഈ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ നോക്കി അവർക്ക് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, നല്ല സാമ്പത്തികമുണ്ട്, നല്ല സന്തോഷമാണ്, ഇതൊക്കെ നോക്കിയിരിക്കുന്നതിന് പകരം നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എൻ്റെ വല്യമ്മ എപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മ എപ്പോഴും നമ്മളെക്കാൾ ഉയർന്നവരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളെക്കാളും തൊട്ട് താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, അവരെക്കാളും എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട് പണിയുന്ന സമയത്ത് മണ്ണും മെറ്റലും ഒക്കെ റോട്ടിലാണ് ഇടാറുള്ളത്. അവിടുന്ന് ഞാനും എൻ്റെ എത്തിയും ബക്കറ്റുകളിലാക്കിയിട്ടാണ് വീട് പണിയുള്ള സ്ഥലത്ത് കൊണ്ടിടാറുള്ളത്. അന്ന് അതൊന്നും ഒട്ടും വിഷമമായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലതൊക്കെ നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളതൊക്കെ ചെയ്തത്. അതുപോലെ ഞങ്ങൾ താമസിച്ച 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത്. വീട്ടിലാവശ്യമായ എല്ലാ വെള്ളവും ബക്കറ്റുകളിലൊക്കെ ആക്കി ഞങ്ങൾ ചാമ്പയിപ്പ് അടിച്ചാണ് കൊണ്ടുവച്ചിരുന്നത്. ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം അന്ന് തൊട്ട് ഞങ്ങളെ വീട്ടിൽ നല്ലോണം ചെടികളുണ്ടായിരുന്നു. ഈ ചെടികൾ മുഴുവനും ഞാനും എൻ്റെ ഉമ്മച്ചിയും ഇത്തത്തിൽ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് നനച്ച് ഉണ്ടാക്കാറുള്ളത്. വീട് ഇപ്പോഴും ചെറുതൊക്കെ ആണെങ്കിലും ഞങ്ങൾ അന്ന് താമസിച്ച സമയത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വീടൊക്കെ ഞങ്ങൾക്ക് വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വിഷമങ്ങൾക്കിടയിലും സന്തോഷം കണ്ടെത്താൻ നാം ശ്രമിച്ച ഒരു പരിധിവരെ നമുക്ക് വീട് സ്വർഗ്ഗമാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നോമ്പൊക്കെ അല്ലേ വരുന്നത്, വീടിനോടൊപ്പം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ഒരു തിന്മയെങ്കിലും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റിയ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.